പണ്ടൊക്കെ ഓണം വരുമ്പോഴേ വലിയ കൊലയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുക. ഒന്നീ അയ്യത്തൊന്ന് വെട്ടിയെടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുക. എന്നിട്ട് ഞങ്ങളുടെ ജോലി ഇത് പൊളിച്ചു കൊടുക്കുക. അന്ന് നമ്മൾ ഉപ്പ് വെള്ളത്തിൻ്റെ അത് കൈ മുക്കിയിട്ടായിരുന്നു പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാലം മാറിയപ്പോൾ ഗ്ലൗസ് ഇട്ട് കൈ കറയാവാതെ. കായ്ക്ക് ചെറിയൊരു മധുരം ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കാരണം ചെറിയതായിട്ട് തൊലിയുടെ കളറ് മാറിയതാണ് വാങ്ങിച്ചത്. എണ്ണ ചൂടായെന്ന് ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. കണ്ടോ, ഇച്ചിരി ചൂടാവാനുണ്ടേ, നല്ല ബബിൾസ് വരണം. എവിടെ തിരിഞ്ഞ് നോക്കിയാൽ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോഴേ എല്ലായിടത്തും അസോസിയേഷൻ്റെ ഓണസദ്യ, ഓണക്കളി, വള്ളംകളി. ഇപ്പം ഇവിടെ അങ്ങ് ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനും ഓണത്തിൻ്റെ ഒരു മൂടില്ല. എന്നാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കുന്നത്. അവനോട് ഇരിക്കുന്നത് കണ്ടില്ലേ, അവൻ്റെ ഇഷ്ടമുള്ള സാധനം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് കൊലകൾ വാങ്ങിച്ച് ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് മാത്രം ആവശ്യമുള്ള 3 കായ എടുത്തിട്ടുള്ളേ. എണ്ണ ചൂടായിട്ട് ഞാൻ ഇതിലാ ചീവ് ഇടുന്നത്, കൈകൊണ്ടല്ല. ഇത് ഞാൻ ഐക്യായിന്ന് മേടിച്ചായിരുന്നു. ലിയോ നിൽക്കുന്നേ കണ്ടോ, പെരി കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. ഇട്ടിട്ട് ഇളക്കെടുത്ത് അങ്ങനെ കിടക്കട്ടെ. പകുതി ആകുമ്പോൾ മഞ്ഞൾ ഉപ്പുമുട്ടലുകൾ ഒഴിക്കാം. ഓണം എന്ന് പറയുമ്പോഴേ ഭയങ്കര നൊസ്റ്റാൾജിയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ എൻ്റെ വീട്ടിലേ ഞങ്ങൾക്ക് ഭയങ്കര ഓണം. എൻ്റെ പപ്പായുടെ നാട്ടിൽ അത്ര ഓണം എനിക്ക് തോന്നിയിട്ടില്ല. അമ്മ നാട്ടിൽ ഭയങ്കര ഓണം, അത് തെക്ക് ഭാഗത്താണ്. അങ്ങനെ ഓണമൊക്കെ ഭയങ്കര അടിപൊളി ആഘോഷിക്കായിരുന്നേ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ ആൾക്കാരില്ല. എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി അമ്മക്കിളിക്കൂട് ഒഴിഞ്ഞു പോ. നാട്ടിൽ ആഘോഷിച്ച ഓണവും തിരുവാതിരക്കളിയും പുലികളിയും ഉറിയടിയും ഒക്കെ ഓർമ്മ വരും. എപ്പോഴും ഓർക്കും ഓണത്തിന് നാട്ടിൽ പോകണം, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഇന്നൊരു പ്രാവശ്യം ഓണത്തിന് നാട്ടിൽ പോകണം. പ്രഥമനും കൂട്ടി ഇലയിലൊരു ഇവിടെ ഉണ്ട് അതൊക്കെ കേട്ടോ. പക്ഷെ നാട്ടിലെത്തുന്നത് വ്യത്യാസം. എനിക്കൊന്നിപ്പോൾ നാട്ടിലെക്കാട്ടി കൂടുതൽ ഇവിടെയാണെന്ന് തോന്നുന്നു ഓണം മൊത്തം. എന്തായാലും ശരി, ഓണം കേൾക്കുമ്പോൾ സന്തോഷമല്ലേ. ഉപ്പേരിക്ക് ഇരിക്കുകയാണേ, ഉപ്പേരി തിന്നിട്ടേ പോത്തോളൂ. മൂപ്പിച്ചെടുത്തിട്ട് അതിനാ വെയിറ്റ്. ഈ ചോപ്പ് സ്റ്റിക്കും കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇളക്കുക. ഇങ്ങനെ ഇളക്കാമെങ്കിലേ കുഴഞ്ഞു പോകുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മഞ്ഞളും ഉപ്പും കൂടെ കലക്കിയ വെള്ളമാണേ. മഞ്ഞളിന്റെ കളറും കിട്ടും. ഇപ്പം ആവശ്യത്തിനില്ല. ഡയറക്റ്റ് നമ്മൾ അരിഞ്ഞിടുന്നത് കാരണം ഒന്നിനോട് പറ്റിയിട്ടില്ലേ. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കോരാൻ പോവാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ചുമക്കാൻ സമ്മതിക്കും. എനിക്ക് ഇച്ചിരി മൂക്കൊന്നും ഇഷ്ടം. ഇതേ ഇന്ന് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നേരം കഴിക്കാനില്ല. ചാർത്തിയ കന്നി പൂമകൾ വേണം. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം. ചാർത്തിയ കന്നി പൂമകൾ വേണം. ഞാൻ കിടപ്പ് തിന്നു വെക്കാൻ പറ്റും. കുന്നത്തെ കാവില് നിന്നും ദേവര് താഴെ എഴുന്നള്ളി. ഉപ്പേരി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു തീർത്തു. ഓണത്തിനുള്ള ഉപ്പേരി പിന്നെ വേറെ ഉണ്ടാക്കും. ഹാപ്പി ഓണം.